അച്ഛനോടും പറയാൻ പറ്റില്ല, മോനോടും പറയാൻ പറ്റില്ല. അപ്പൊ അതെന്തായിരിക്കും ആ പ്രശ്നം? ഇനി കൊച്ചു നീലിന്റേതല്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെയൊന്നല്ല, അങ്ങനെ ചിന്തിക്കുന്ന എന്നെ മോശം. പിന്നെന്തായിരിക്കും? കാര്യങ്ങളുടെയൊക്കെ ഒരു കിടപ്പ് വശം വെച്ച് നോക്കുമ്പം അയ്യോ, ഇതെന്തു പറ്റി? ഭാനുമതി അമ്മയ്ക്ക് വട്ടായ. അമ്മേ പേടിച്ചു പോയല്ലോടി. അല്ല, അമ്മ എന്താ ഒറ്റയ്ക്ക് വർത്താനം പറയുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് കാര്യം പറയുകയും ചെയ്യും, എനിക്ക് നിനക്ക് ഒക്കെ വട്ടാവും. എടി മോളെ, നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അവിടെ ഇവിടെ ചില അടക്കം പറച്ചിലുകളും ഗൂഢാലോചനകളും ഒക്കെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയണം. ആരുടെ കാര്യം അമ്മ പറയുന്നേ? നന്ദിനി, സ്വാതി. ഞാൻ താഴേക്ക് ചെന്നപ്പോഴേ അവളുമാരെ രണ്ടുപേരും കൂടെ കുശൂഷാന്ന് എന്തൊക്കെയോ രഹസ്യം പറഞ്ഞോണ്ടിരിക്കുക. അച്ഛനോടും പറയാൻ പറ്റില്ല, മോനോടും പറയാൻ പറ്റില്ല എന്നൊക്കെ. എന്താടി മോളെ എന്റെ അർത്ഥം? സംഗതി അത്രയ്ക്ക് ഗൗരവമുള്ളതാണെന്നല്ലേ നിനക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവൾ അമ്പലത്തിലേക്കാണ് പള്ളിയിലേക്കാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ? എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നൊക്കെ ആർക്കറിയാം. ഇനി അമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും ആണെങ്കിലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും സ്വാതിയുടെ ഈ ഗർഭത്തിന് പിന്നിൽ എന്തോ ഒരു രഹസ്യം ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്, അതുറപ്പാ. നമ്മളിനി അതൊന്നും ആലോചിച്ച് സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ സ്വാതിയുടെ വയറ്റിലുള്ള കുഞ്ഞ്, അതിനെ സൂക്ഷിക്കണം. അത് നമുക്ക് മുന്നിൽ ഒരു ഭീഷണിയായിട്ട് തന്നെ നിൽക്കുക. ഒരു തവണ അത് തെളിയിക്കാൻ നോക്കിട്ട് അവസാനം നമുക്ക് ചീത്തവിളി കിട്ടിയത് മാത്രം മിച്ചം. അതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, അവളുടെ വയറ്റിൽ ഗർഭം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കിയേ പറ്റൂ. അതിനി ഒട്ടും താമസം പാടില്ല. സംഗതി നീ പറഞ്ഞ പോലെ അപകടവാ. അവള് പ്രസവിക്കുന്ന കുഞ്ഞ് എല്ലാവരുടെയും ഓമനായിട്ട് ഈ വീട്ടിൽ വളരുകയും ചെയ്യും. എല്ലാവരും ആ കുഞ്ഞിനെ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യും. ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞിന് കിട്ടുന്ന ആ സ്നേഹവും ലാളനയും ഒന്നും പിന്നീട് ഒരിക്കലും ഈ വീട്ടിലെ ഒരു കുഞ്ഞിനും കിട്ടാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നിനക്കൊരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞ് എന്തായാലും ഈ വീട്ടിൽ രണ്ടാമതായി പോവും. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ അമ്മ നിർത്തുന്നുണ്ടോ? പത്തി വിടർത്തി നിൽക്കുന്ന ഒരു വിഷപ്പാമ്പിനെ പോലെയാ ആ ഗർഭം ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. നാളെ അത് പ്രളയം പോലെ വന്ന് എന്നെ വിഷത്തി മുക്കി കൊല്ലുന്നതിന് മുമ്പ് എനിക്കതിന്റെ അവസാനം കണ്ടേ തീരൂ. പുതിയ എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിച്ചേ പറ്റൂ. മോളെ, രാജീവ് ഒരു ഐഡിയ പറഞ്ഞു തന്നില്ലേ? അത് നമുക്ക് നോക്കിയാലോ? എന്ത് ഐഡിയ? പൈനാപ്പിളും നല്ല കറയുള്ള പപ്പായയും കൂടി ജ്യൂസ് അടിച്ചു കൊടുത്താൽ ഏത് ഗർഭവും ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തനിയെ പോവും. എന്താ, അതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? അമ്മയ്ക്ക് ഇതില് വിശ്വാസമുണ്ടോ? ആ ജ്യൂസൊക്കെ കുടിച്ചാ ഗർഭം പോവോ? പിന്നെ ഈ സാധാരണ ഗർഭകാലത്ത്, പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസം പൈനാപ്പിളും പപ്പായ എന്നും ആരും കൊടുക്കാത്തതിന് കാരണം ഇതല്ലേ? ആണോ? അതെന്ന് ഇത് കൊടുത്താ ഏത് ഗർഭവും കലങ്ങും. എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് ആ ജ്യൂസ് കുടിപ്പിക്കണം. ഈ വീട്ടില് എന്റെ കുഞ്ഞു മാത്രം വളർന്നാ മതി. എല്ലാവരുടെയും ലാളനയും സ്നേഹമൊക്കെ എന്റെ കുഞ്ഞിനും മാത്രം അവകാശപ്പെട്ടതാ. അത് മറ്റൊരു കുഞ്ഞിനും പങ്കുവെച്ച് പോകാൻ ഞാൻ അനുവദിക്കില്ല. നല്ല കറയുള്ള പപ്പായും നല്ല പൈനാപ്പിളും. ആ ജ്യൂസിൽ തീരും അവളുടെ ഗർഭം. ഏട്ടത്തിക്കിട്ട് പണിയെ നോക്കിയിട്ട്
സ്വയം പണി വാങ്ങിച്ചോണ്ടുള്ള വരവ് കണ്ടോ? അങ്ങനെ പറയില്ല നന്ദിനി. അവക്ക് നല്ല സങ്കടം കാണും. നമ്മൾ രണ്ടുപേരും ഈ ദുഃഖം അനുഭവിച്ചവരാ. അത് നീ മറക്കരുത്. വാ മോളെ. മോളെ, നിനക്ക് വിഷമമുണ്ടാവുന്ന അച്ഛനറിയാം. പക്ഷേ സഹിച്ചല്ലേ പറ്റൂ. രാജീവേട്ടാ, എന്തോ എനിക്കൊന്ന് കിടക്കണം. എന്നെ ഒന്ന് മുറിയിലേക്ക് കൊണ്ടുപോവാ. ഗൗരി വാ, ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോവാം. വേണ്ട, എനിക്കറിയാം നിന്റെയൊക്കെ മനസ്സിലിപ്പോ സന്തോഷം തന്നെ ആയിരിക്കും അല്ലേ? അതൊക്കെ മറച്ചു വെച്ചിട്ട് എന്നെ ആരും ആശ്വസിപ്പിക്കാൻ വരണ്ട. ഗൗരി, നീ ഇങ്ങനെ വിഷമിക്കാതെ. അതെ, ദേ എത്രയൊക്കെ ശത്രുവായാലും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയല്ല. നല്ല വാക്ക് പറഞ്ഞാലും കുറ്റമാവോ? അതെ, ആരുടെയും സഹതാപം എനിക്ക് വേണ്ട. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മനസ്സിലെ ദുഷ്ടത്തരത്തിന് ഒരു കുറവുമില്ലല്ലോ. ഗൗരിച്ചി, ദൈവം തന്ന മുന്നറിയിപ്പാ ഇത്. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. നന്ദിനി, ദേ ഇങ്ങനൊന്നും പറയരുത്. ഗൗരി ആകെ വിഷമിച്ചാ വന്നിരിക്കുന്നത്. ചെയ്തു കൂട്ടിത് അത്രക്കല്ലേ? നന്ദിനി മതി. രാജീവേ, ഗൗരി മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്ത്. രാജീവേട്ടാ, പോയി കിടന്നു മോളെ. പതുക്കെ, തട്ടരുത്, വീഴല്ലേ. സൂക്ഷിച്ച്. അമ്മായിയൊന്ന് നിന്നേ. ഈ അവസരത്തിൽ പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറയാതിരിക്കാൻ വയ്യ. എനിക്കും നന്ദിനിക്കൊക്കെ ഈ അവസ്ഥ വന്നപ്പോ കൈകൊട്ടി ചിരിച്ചവരാ അമ്മായിയും ഗൗരിയൊക്കെ. അന്ന് ഞങ്ങളത് ക്ഷമിച്ചു. പക്ഷേ ദൈവം ക്ഷമിച്ചില്ല. അതിന്റെ ഫലമായിരിക്കും ഇപ്പൊ കിട്ടിയ ഈ ദുഃഖം. ഇനിയെങ്കിലും മനസ്സിലെ ദുഷ്ടത്തരമൊക്കെ മാറ്റണം. എന്നിട്ട് മനുഷ്യരെ പോലെ ജീവിക്കാൻ നോക്ക്. അമ്മായിക്കിപ്പോ ഒന്നും പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് അമ്മയോട് ഒരു അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് മകനെയും മരുമോളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഇതുവരെ സംഭവിച്ചതൊക്കെ നമുക്കങ്ങ് മറക്കാം. ഇനിയെങ്കിലും സ്നേഹത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ജീവിക്കാം. നിന്റെ ഒന്നും ഉപദേശം എനിക്ക് വേണ്ട. ഇതേ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. അവളമാരുടെ ഒരു ഉപദേശം. എത്ര പറഞ്ഞാലും ഇവരുടെ ഒന്നും തലയിൽ കേറില്ല. ഏടത്തി, പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു. ഇപ്പൊ ഉടൻ തന്നെ ദൈവം പണി കൊടുക്കുന്ന കണ്ടോ? വേണ്ട നന്ദിനി, ആരുടെയും സങ്കടത്തിൽ നമ്മൾ സന്തോഷിക്കരുത്. അവരെത്ര വലിയ ശത്രുക്കളായാലും വിവരക്കേടും ബുദ്ധിയില്ലായ്മയും കൊണ്ടാ ഇവര് നമ്മളോട് ഈ ദ്രോഹങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്കതങ്ങ് ക്ഷമിക്കാം. ഏട്ടത്തി ക്ഷമിച്ചോ. പക്ഷേ ഞാൻ അത്ര വിശാല മനസ്കൊന്നും അല്ല. ചെയ്ത് കൂട്ടിയതിന്റെ ഫലം അനുഭവിച്ച് തന്നെ തീർക്കണം. എത്രയൊക്കെ ദ്രോഹിച്ചാലും എനിക്കവളെ വെറുക്കാൻ കഴിയില്ല. അവള് എന്റെയും കൂടി അല്ലേടി. എത്ര കിട്ടിയാലും ഏട്ടത്തി പഠിക്കില്ല. ഇങ്ങനൊരു പാവം. ഗൗരി നിൽക്ക്. അവര് പറഞ്ഞൊന്നും ഗൗരി കാര്യമാക്കണ്ട. ഗൗരിക്ക് ഞാൻ ഒന്ന് നിർത്തുന്നുണ്ടോ? ആശ്വസിപ്പിക്കാൻ വന്നേക്കുന്നു. എനിക്കൊന്നും കേക്കണ്ട. അല്ല, ഞാനൊന്ന് പറയട്ടെ ഗൗരി. ഞാനൊന്ന് ചേടാ, ഇവളെന്തിനാ എന്നെ പുറത്താക്കി കഥോടച്ച് കളഞ്ഞത്? ഇവളുടെ ദേഷ്യം കണ്ടാത്തൊന്നും എന്റെ കുഴപ്പം കണ്ടാ ഗർഭം പോയെന്ന്. ഗൗരി, 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 എടി നീ എടുത്തിയാടിയൊന്നും ചെയ്യല്ലേ. ഷേടാ ഗൗരി, നീ ഒന്ന് വാതിൽ തുറക്ക്. വാതിലും തുറക്കും മോളെ. എടി നീ എടുത്തിയാടിയൊന്നും ചെയ്യല്ലേ ഗൗരി. മോളെ നീ ഒന്ന് വാതിൽ തുറക്ക്. ഗൗരി നീ ഒന്ന് വാതിൽ തുറക്ക്. ഞാനല്ലേ പറയുന്ന.
അങ്ങനെ കുറച്ചു ദിവസത്തെ ഇടവേള കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇവിടെ തന്നെ തിരിച്ചെത്തി, സ്വാതിയോട് യുദ്ധം ചെയ്യാൻ. ഇവിടെയെങ്ങും ആരുമില്ലല്ലോ. ഗൗരി എവിടെ? ഓ, ആയമ്മ കുഞ്ഞില്ലാതായതിന്റെ വിഷമത്തില് മുറിയടച്ചിരിക്കുകയായിരിക്കും. എവിടെയായിരുന്നു നീ ഇതുവരെ? ഞാൻ നീ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഞാനൊരു ടൂർ പോയി. നിന്നെപ്പോലെ ഒരു വീടിന്റെ അടുക്കളയിലും ബെഡ്റൂമിലും മാത്രം ജീവിച്ചു തീർക്കേണ്ട ജീവിതം അല്ല എന്റേത്. ലോകം വളരെ വിശാലമാണെന്ന് നിനക്കെങ്ങനെ അറിയാനാ? പൊട്ടക്കുളത്തിലെ തവളയല്ലേ നീ? ഞാൻ പൊട്ടക്കുളത്തിലെ തവള തന്നെയാ. പക്ഷേ നീ എന്തിനാ ഈ പൊട്ടക്കുളത്തില് വീണ്ടും തിരിച്ചു വന്നത്? കുറച്ചു ദിവസം കാണാതായപ്പോ ഞാൻ കരുതി നീ എല്ലാം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാണെന്ന്. എനിക്ക് എന്റെ നീലിനെ ഉപേക്ഷിച്ച് അങ്ങനെ പോവാൻ സാധിക്കോ? ആ, തീർന്നില്ലടി. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടുന്ന് പോയതിന്റെ പിന്നിൽ എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നീ വഴിയേ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിനക്കൊരു സമ്മാനം ACP വൈശാഖിയുടെ കയ്യിൽ കൊടുത്തിട്ടാ ഞാൻ പോയത്. കിട്ടിയില്ലേ നിനക്കത്? കിട്ടി. അതെനിക്ക് നന്നായിട്ട് ബോധിച്ചതുകൊണ്ടാ ഞാനിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നീ വരുന്നത് വരെ കാത്തിരുന്നത്. അതിനുള്ള മറുപടി നിനക്ക് തരാൻ ദാ നല്ല ചൂടോടെ അതങ്ങ് വാങ്ങിച്ചോ. എങ്ങനെയുണ്ടിപ്പോ? കറക്റ്റ് ആയില്ലേ? നിന്നെ തിരിച്ചടിക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ഞാനത് ചെയ്യില്ല. ഇതിന് വേദപ്രതികാരം ചെയ്യുന്നത് നിന്റെ ജീവിതം തകർത്തുകൊണ്ടായിരിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കിയിട്ട് തന്നെയാ ഞാനിപ്പോ തിരിച്ചു വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നിന്നോട്, എനിക്ക് എന്റെ നീലിനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. ഞാൻ ആദ്യം സ്നേഹിച്ച പുരുഷനാ നീൽ. നീലുള്ള സ്ഥലത്ത് മാത്രമേ ഈ ജന്മം എനിക്ക് ജീവിക്കാൻ പറ്റൂ. ഭ്രാന്ത് പിടിച്ച ജന്മോടി നിന്റേത്. തെരുവ് പട്ടിയെ പോലെ അലഞ്ഞു നടക്കാനാ നിന്റെ വിധി. നീ പറഞ്ഞത് ശരിയാ, ഞാൻ അലഞ്ഞു നടക്കുന്നവള് തന്നെയാ. അത് പക്ഷേ എന്തിനാണെന്ന് നിനക്കറിയോ? നീലിന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ വെട്ടിമാറ്റി ആ സ്ഥാനത്ത് നീലിനോടൊപ്പം എനിക്ക് ജീവിക്കാം. പണ്ട് ഞങ്ങള് സ്വപ്നം കണ്ട പോലെ. ആഹാ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നീ ഇതും പറഞ്ഞേ എന്റെ ഏട്ടന്റെ അടുത്തോട്ടൊന്ന് ചെന്ന് നോക്ക്. അപ്പൊ അറിയാം ഏട്ടന്റെ തനി സ്വഭാവം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം ഞാനൊന്ന് പോയി വിശ്രമിക്കട്ടെ. യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണമുണ്ട്. ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും നീ നല്ല കടുപ്പത്തിലൊരു ചായ എടുക്ക. എന്നിട്ട് നല്ല ചൂടോടെ അത് നിന്റെ കൈകൊണ്ട് എനിക്ക് താ. ഞാൻ റൂമിലുണ്ടാവും. നിക്ക. നിന്നെയും കാത്തൊരുത്തി മോളിലിരിപ്പുണ്ട്. അവളെയും കൂടി പോയൊന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ മറക്കരുത് നീ. അത് പിന്നെ പറയണോ? ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വാഴില്ലടി. നിന്റെ കള്ളത്തരവും പൊളിയും പൊളിക്കും ഞാൻ. കാത്തിരുന്നോ നീ? പക്ഷേ ആ ജ്യൂസ് കുടിച്ചിട്ടും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരുന്നത് എന്താ? അതേസമയം ആ ജ്യൂസിന്റെ ബാക്കി കുടിച്ച് നിന്റെ പ്രഗ്നൻസി അബോർഷനായി. അതിനർത്ഥം സ്വാതി ഗർഭിണി അല്ലാന്ന് തന്നെയല്ലേ? അതെ ഗൗരി, സ്വാതി ഗർഭിണിയേ അല്ല.
ഇതോടെ അക്കാര്യം ഉറപ്പായി. പക്ഷേ അത് തെളിയിക്കാൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ വേദ. അവളുടെ അഹങ്കാരം ഇനിയും കാണണമെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. അത് സാരമില്ല ഗൗരി, അവളുടെ കള്ളത്തരം പൊളിക്കാൻ നമുക്ക് ഇനിയും സമയമുണ്ട്. 1ന് 10 നമ്മൾ അവൾക്ക് തിരിച്ചു കൊടുക്കും. അല്പസമയം കൂടി കാത്തിരിക്ക. അവളുടെ ഗർഭം മാത്രമല്ല നമുക്ക് പൊളിക്കേണ്ടത്, ഈ വീട്ടിൽ അവളുടെ അധികാരം കൂടിയാ നമുക്ക് അവസാനിപ്പിക്കേണ്ടത്. അതിനുള്ള എല്ലാ പദ്ധതിയും തയ്യാറാക്കിയിട്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. ഒരു വല്ലാത്ത ഭാഗ്യമുള്ള ജന്മം അവളുടേത്. അല്ലെങ്കിൽ ഇതിലവള് കുടുങ്ങിയേനെ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ സമാധാനമായിട്ടിരിക്കേ. ഒരു കൊലക്കേസ് ജയിലിൽ പോയി കിടക്കണമെന്ന് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ കിടന്നല്ലേ പറ്റൂ. പക്ഷേ അത് നിന്നെ പോലെ ഒരുത്തിയെ കൊന്നിട്ടാണെങ്കിൽ അതിനേക്കാൾ അവമാനം നാണക്കേടും വേറെ എന്തുണ്ടടി? ഓഹോ, അത് ശരി. അപ്പൊ അത്രയ്ക്ക് വിലയില്ലാത്തോളാ ഞാനല്ലേ? കേക്കണം, എനിക്കിത് തന്നെ കേക്കണം. അയ്യോ, എനിക്കിനി ജീവിക്കേണ്ട. എന്റെ ദൈവം എവിടെയെങ്കിലും പോയി ചാവും. നിർത്തി നിന്റെ അഭിനയം. നിന്റെ കള്ളക്കരച്ചിലും പൂങ്കണ്ണീരും കണ്ടാലൊന്നും എനിക്ക് നിന്നോടുള്ള കലി അടങ്ങത്തില്ല. ഈ വീട്ടിൽ ജനിക്കേണ്ട ഒരു കുഞ്ഞാ നിന്റെ അധിപതിയും ദുഷ്ടത്തരം കൊണ്ട് ഇല്ലാതായി പോയത്. നോക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായടി. സ്വന്തം മകന്റെ കുഞ്ഞിനെ കൊന്നവളാ നീ. മറ്റെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ ഇത് ഞാൻ സഹിക്കില്ല. ഓ, നമ്മുടെ മോന്റെ കുഞ്ഞിനെ ഞാൻ അറിഞ്ഞോണ്ട് ഇല്ലാതാക്കുമെന്ന് സത്യമായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടടി, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. വേണ്ടി വന്നാ നീ അതും ചെയ്യും. അത്രയ്ക്ക് ദുഷ്ടത്തരം നിറഞ്ഞ മനസ്സാ ഇപ്പൊ നിന്റെ ഉള്ളിലുള്ളത്. അതെ അതെ. ഏയ് ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. അതൊന്നും സാരമില്ലെന്നേ. അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എന്നോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. നോ പ്രോബ്ലം ചായ. ഓക്കെ. എന്താ, ഞാൻ കൊണ്ടുവന്ന നീല് വെള്ളം കുടിക്കില്ലേ? ഒരിക്കൽ ഹൃദയം തുറന്ന് നീല് സ്നേഹിച്ച പെണ്ണല്ലേ ഞാൻ. ഒരു ഗ്ലാസ് വെള്ളം തരാനുള്ള അവകാശമൊക്കെ ഇപ്പോഴും എനിക്കുണ്ട്. വാങ്ങി കുടിക്ക് നീൽ. നിന്റെ ഈ ഗർഭം ഒരു വലിയ കളവാണെന്ന് തിരിച്ചറിയുന്നൊരു ദിവസം നീല് പറയൂടി എന്റെ മഹത്വം എന്തായിരുന്നു. അത് നിന്റെ സ്വപ്നം മാത്രമാ. ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാന്നുള്ള നിന്റെ വെറും സ്വപ്നം. പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചപ്പോ ഗൗരിയുടെ ഗർഭം അബോർഷനായി. പക്ഷേ നിനക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല. ഈ ഗർഭം നിന്റെ ജീവിതം തകർക്കുന്ന ബോംബായിട്ട് മാറുന്നത് ഈ വേദ കാണിച്ചു തരാവടി. കാത്തിരുന്നോ നീ? ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നത് വെറുതെയല്ല. മാരിയമ്മൻ കോവിലിന്റെ മുന്നിൽ വെച്ച് പണ്ട് നീൽ എന്റെ കഴുത്തിൽ കെട്ടിത്തന്ന ആ താലി മുറുകെ പിടിച്ചു തന്നെയാ. പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ, ഇനി അവര് വരാതിരിക്കോ? ഇല്ല, ആ രഞ്ജിത പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അവളെ നേഴ്സിനെ കൊണ്ടേ വരും. വേദ, ദേ അത് അവരാണെന്ന് തോന്നുന്നല്ലേ?
ഇതാ ഞാൻ പറഞ്ഞ ആള് സുജാത, ഇവിടുത്തെ PH സെന്ററിലെ നേഴ്സാ. സുജാതയ്ക്ക് ആളെ മനസ്സിലായി? മനസ്സിലായി. രഞ്ജിത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഇനി ഞങ്ങളൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സുജാതയുടെ ഒരു സഹായം വേണം. പറയൂ. ചെയ്യുന്ന സഹായത്തിന് എന്ത് പ്രതിഫലം വേണമെങ്കിലും സുജാതയ്ക്ക് ചോദിക്കാം. പകരം ഞങ്ങൾക്ക് സുജാത ചെയ്തു തരേണ്ടത് ഗർഭിണിയായവരുടെ വീട്ടിൽ ഈ ഹെൽത്ത് സെന്ററിൽ നിന്ന് സാധാരണ വരാറുള്ളത് പോലെ അവിടെ വന്ന് സ്വാതിയെ പരിശോധിച്ച് അവള് ഗർഭിണിയല്ല എന്നുള്ള വിവരം വീട്ടുകാരെ എല്ലാം അറിയിക്കാന്നുള്ളതാ. എന്താ, അത് ചെയ്യാൻ പറ്റില്ലേ? സ്വാതി ഗർഭിണിയല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതെ, ഞങ്ങൾക്കത് ഉറപ്പുണ്ട്. അവളെ ഗർഭിണിയേ അല്ല. പിന്നെന്തിനാ സ്വാതി ഈ കള്ളത്തരം പറയുന്നത്? അത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഇതുവരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടില്ലേ? ഇല്ല. അവിടെ വേറൊരുത്തിയുണ്ട്, എന്റെ ആങ്ങളുടെ ഭാര്യ നന്ദിനി. അവൾ ആ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് ഉപയോഗിച്ച് സ്വാതിയെ ടെസ്റ്റ് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്കതിൽ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഞങ്ങൾ തരും. നമ്മൾ കള്ളത്തരം കാണിച്ചതിന്റെ ഫലം അവളുടെ കുഞ്ഞ് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? അതെന്ത് പിഴച്ചു? സത്യത്തിൽ ആ കുഞ്ഞില്ലാതായി പോയതിന്റെ ഉത്തരവാദി നമ്മളല്ലേ? നമ്മൾ മാത്രോ? അതെങ്ങനെ നമ്മളാവും? ഏട്ടത്തിക്കാ ജ്യൂസ് തന്നതാരാ? പോട്ടെ, എന്തിനാ ജ്യൂസ് തന്നത്? ഏട്ടത്തി നന്നാക്കാനാണോ? ഏട്ടത്തിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരുന്നില്ലേ? അപ്പൊ പിന്നെ അതിന്റെ ഫലം ഈശ്വരൻ അവർക്ക് തിരിച്ചു കൊടുത്തതിന് ഒരു തെറ്റുമില്ല. ഒരു വാശിക്ക് നമുക്കങ്ങനെ പറയാം. പക്ഷെ കള്ളത്തരം പറഞ്ഞത് നമ്മളല്ലേ? അതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്? ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ ഏട്ടത്തി. ഇനി നമ്മള് ഗർഭമുണ്ടെന്ന് ഒരു കള്ളത്തരം പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ, അതിൽ അവർക്ക് സംശയം തോന്നിയെന്നും ഇരിക്കട്ടെ, അതിനുടനെ അവരിതാണോ ചെയ്യണ്ടേ? ഏട്ടത്തിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പൈനാപ്പിളും പപ്പായയും ചേർത്ത് ജ്യൂസ് അടിച്ച് തരുകയാണോ ചെയ്യേണ്ടത്? അപ്പൊ അതിന് ഉത്തരവാദി അവര് തന്നെ. അതിൽ ഏട്ടത്തിക്ക് ഒരു കുറ്റബോധം വേണ്ട. കാര്യകാരണങ്ങൾ തലനാരിട കയറി പരിശോധിക്കുമ്പോ നീ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷേ എന്റെ മനസാക്ഷി മാങ്ങാ തൊലി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവര് നമ്മളോട് കാണിക്കാത്ത മനസാക്ഷി ഒന്നും തിരിച്ചങ്ങോട്ട് കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഏട്ടത്തി, പാത്രം അറിഞ്ഞ വിളമ്പാവും. അവർക്ക് ആ കുഞ്ഞിനെ കിട്ടാനുള്ള യോഗ്യതയില്ല, അത്രേ ഉള്ളൂ. അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിലേ ഇതൊക്കെ കിട്ടൂ. അത് നമുക്കായാലും അവർക്കായാലും. അങ്ങനെ കരുതിയാൽ മതി. ഞാൻ ചോദിച്ചു കേട്ടില്ലേ? നന്ദിനി പറഞ്ഞതാണോ വേദ പറഞ്ഞതാണോ സത്യം? പറയാൻ. നന്ദിനി പറഞ്ഞതാ സത്യം. നീൽ, ഇവര് രണ്ടുപേരും ചേർന്ന് നീലിനെ പറ്റിക്കുക. ഇവിടെ ഗർഭിണിയല്ല. മിണ്ടരുത്, പൊയ്ക്കോളണം. ഇതുപോലുള്ള ആനക്കള്ളങ്ങൾ ചമച്ചുകൊണ്ട് മേലിൽ എന്റെ മുന്നിൽ വന്നേക്കരുത്. എന്റെ സ്വാതി എനിക്ക് വിശ്വാസമാണ്. വിശ്വസിച്ചോ? ഇവളുമാര് രണ്ടുപേരും കൂടി കളിക്കുന്ന കള്ളക്കളി ഒരു ദിവസം തെളിയിക്കും ഞാൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി ഒരിക്കൽ കൂടി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയാ അവര് പറഞ്ഞു തരും നീലിന് ഇവള് ഗർഭിണിയല്ലാന്ന്. പക്ഷേ അതുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടില്ല. നീലിന്റെ മുന്നിൽ ഇവള് ഗർഭിണിയല്ലാന്ന് ഞാൻ തന്നെ തെളിയിക്കും. അന്ന് നീലിനെ അംഗീകരിപ്പിച്ചിരിക്കും ഞാൻ. ഒരു കാര്യം ഉറപ്പാ, സ്വാതി ഗർഭിണിയല്ല. നന്ദിനിയ അവളെ ഈ കള്ളക്കളിന്ന് രക്ഷപ്പെടുത്തിയെടുത്തത്. ഈ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡില് ഒരു വര മാത്രമേ ഉള്ളൂന്ന് നമ്മൾ പറഞ്ഞിട്ടും നീലി വിശ്വസിക്കാത്തതാ കഷ്ടം. എന്തൊരു മരമണ്ടം ഭർത്താവ്. ഈ കള്ളത്തരം നാളെ നമ്മൾ പൊളിക്കും. ഹെൽത്ത് സെന്ററിൽ നിന്ന് വരുന്ന നഴ്സ് അവളെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് അവളുമാർക്കൊരു സൂചന പോലുമില്ല. അപ്രതീക്ഷിതമായി മുന്നിലെത്തുന്ന ആശാ വർക്കറുടെയും നഴ്സുമാരുടെയും മുന്നിൽ
സ്വാതിയുടെ കള്ളഗർഭം പൊളിയും. നീലിന്റെ മുൻപിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. സ്വാതി പറഞ്ഞ കള്ളക്കഥ എല്ലാവരുടെയും മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. സ്വാതിയെ നീല് ഇവിടെ നിറക്കി വിടും. പിന്നെ നീയും ഞാനുമാണ് ഇവിടുത്തെ അധികാരികൾ. ആരാ? എന്റെ പേര് സുജാത. ഇവിടെ അടുത്തുള്ള പബ്ലിക് ഹെൽത്ത് സെന്ററിലെ നഴ്സാണ്. ഇത് രഞ്ജിത, ആശാ വർക്കറാണ്. രഞ്ജിതയാണ് ഇവിടെ ഒരു ഗർഭിണി ഉണ്ടെന്നുള്ള കാര്യം വന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിന് നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടുന്ന് ആരെങ്കിലും സിസ്റ്റേഴ്സിനെ വിളിച്ചായിരുന്നോ? അങ്ങനെ ആരും വിളിച്ചിട്ട് വരുന്നവരല്ല ഞങ്ങൾ. ഇത് ആരോഗ്യ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. ഞങ്ങളുടെ ഹെൽത്ത് സെന്ററിന്റെ ഏരിയയിലുള്ള ഗർഭിണികളായ സ്ത്രീകളുടെ പരിചരണം ഞങ്ങളുടെ ചുമതലയാണ്. അല്ല, സ്വാതിയുടെ അത് പിന്നെ ഏട്ടത്തി, ഞങ്ങൾക്ക് സ്വാതിയുടെ പ്രഗ്നൻസി ഒന്ന് പരിശോധിക്കണം. പിന്നെ ഗർഭകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സ്വാതിയെ പറഞ്ഞു മനസ്സിലാക്കുകയും വേണം. അയ്യോ, അതൊന്നും വേണ്ട. പ്രഗ്നൻസി ഉണ്ടോന്ന് ഞാൻ തന്നെ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതാ. പിന്നെ ഏട്ടത്തിക്ക് വെയിറ്റിനൊന്നും ഒരു കുറവുമില്ല. ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ശ്രീദേവി ആന്റി ഈ ആഴ്ച തന്നെ എന്തായാലും വരും. ബാക്കി കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. അതിന് നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടണ്ട. അയ്യോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങളുടെ PH സെന്ററിന്റെ ഏരിയയിലുള്ള പ്രഗ്നന്റ് ആയ സ്ത്രീകളെ കുറിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ റിപ്പോർട്ട് നൽകണം. അതിന് ഞങ്ങൾക്ക് സ്വാതിയെ കണ്ടേ പറ്റൂ. അയ്യോ, നിങ്ങൾ വന്ന സമയം തെറ്റിപ്പോയി. ഏട്ടത്തി ഇവിടെ ഇല്ല. അവരെവിടെ പോയി? ഒന്ന് പുറത്തു പോയതാ. വൈകിട്ടേ വരൂ. നിങ്ങൾ വന്ന കാര്യം ഞാൻ സ്വാതി ഏട്ടത്തിയോട് പറയാം. അപ്പൊ ശരി. സ്വാതിയുടെ കാണുമെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്. ആര് പറഞ്ഞു? അതെ, ഞങ്ങളാ പറഞ്ഞത്. അതേടി, ഇതേ ഞങ്ങളുടെ പ്ലാനിങ് തന്നെയാ. നിന്റെ കള്ളഗർഭം പൊളിക്കാനുള്ള പദ്ധതി തന്നെയാ. ദേ, ഇവള് പരിശോധിച്ചതുപോലെയൊന്നും അല്ല. ഇതേ ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിലെ നഴ്സാ. ഇവരുടെ പരിശോധനയിൽ നിനക്ക് ഗർഭം ഉണ്ടെന്ന് കണ്ടാൽ ഞങ്ങൾ നിന്നെ അംഗീകരിക്കും. ഈ ഗർഭകാലം മുഴുവനും നിന്നെ ഞാൻ ശുശ്രൂഷിക്കാം. കേറി നിക്കടി ആ മെഷീനിലേക്ക്. എന്ത് പരിശോധനയ്ക്ക് ഞാൻ നിൽക്കും. പക്ഷെ ഇത് ഒരുമാതിരി ആൾക്കൂട്ട വിചാരണ പോലെ ആക്കരുത് സിസ്റ്ററെ. ഇവരെ ഈ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടാൽ മാത്രമേ ഞാൻ എന്തിനും ഉള്ളൂ. നിങ്ങൾക്കിത് ഡ്യൂട്ടിയാ. പക്ഷേ ഇവരെന്നെ കരുതി കൂട്ടി ആക്ഷേപിക്കാനുള്ള പുറപ്പാടില്ല. അതെ, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പരിശോധനകളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. അതെന്താ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പരിശോധിച്ച? ഞങ്ങളെ ഇവിടെ തന്നെ നിൽക്കും. ഇങ്ങനെ തന്നെ അങ്ങ് പരിശോധിച്ചാ മതി. അത് പറ്റില്ല. നിങ്ങൾ വെളിയിൽ ഇറങ്ങിയേ പറ്റൂ. ശരി ഗൗരി, വാ. നിങ്ങൾ സംശയിച്ചത് ശരിയല്ല. സ്വാതി ഗർഭിണിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നിമിഷ നേരം കൊണ്ട് ആ മുറിക്കുള്ളിൽ എന്ത് മാജിക്കാ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അവള് ഗർഭിണിയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാ. എവിടെയോ എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും ഞങ്ങളെ ചതിച്ചല്ലോ അല്ലേ? അങ്ങനെ ചതിക്കാനായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ ഇവിടേക്ക് വരുമായിരുന്നു. സ്വാതി ഗർഭിണി തന്നെയാ. അല്ലെങ്കിൽ ഒരിക്കലും പ്രഗ്നൻസി ടെസ്റ്റ് കാർഡില് 2 വരെ വീഴില്ല. അത് നിങ്ങളും കണ്ടതല്ലേ? നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ആ കുട്ടിയെ ആദ്യത്തെ 3 മാസം നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് ഒഴിവാക്കിയിട്ട് കഴിയുമെങ്കിൽ ആ കുട്ടിക്ക് താഴെ ഒരു റൂം റെഡിയാക്കി കൊടുക്കണം. നിങ്ങളിവിടേക്ക് കൊണ്ടുവന്നതേ അവളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വഴി പറയാനല്ല, അവളുടെ ഈ കള്ളഗർഭം പൊളിക്കാനാ. കള്ളഗർഭമാണെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷെ പരിശോധനയിൽ സ്വാതി ഗർഭിണി തന്നെയാ.